നിങ്ങളൊരു പ്രതികരണം കേൾപ്പിക്കാം. നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ ചിന്തിക്കുന്നവരായിക്കോട്ടെ, മന്ത്രി MP രാജേഷ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ച പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറഞ്ഞു. കാര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രതികരണമാണ്. അതിലേക്ക് ഒന്ന് പോയി. അല്ല, ഇപ്പോ വീടിന്റെ കാര്യത്തിൽ ചോദ്യമൊന്നും ഉണ്ടായില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കണക്കിനെ കുറിച്ചൊന്നും ചോദ്യം വരുന്നില്ലല്ലോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ UDF-നെ സംരക്ഷിക്കാൻ അവർക്ക് വലിയ പ്രിവിലേജാണ്. ഒരു കണക്കും പറയണ്ട, ഒരു ചോദ്യത്തിനും മറുപടി പറയണ്ട. ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം മതി. പിറ്റേ ദിവസം ഉന്നയിച്ച ആരോപണം എന്തായി എന്ന് പറയണ്ട, അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തായി എന്ന് പറയണ്ട. അത് വല്ലാത്തൊരു പ്രിവിലേജാണ് കേരളത്തിലെ UDF നേതാക്കൾക്കും മാധ്യമങ്ങളെല്ലാവരും അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അതെ, അല്ല, എന്നാൽ ഇതിനൊന്നും വിമർശനം വേണ്ടേ? ഞങ്ങളെ വിമർശിക്കുന്നതിന് നിങ്ങൾ പിശുക്ക് കാണിക്കാറില്ല, ഞങ്ങൾക്ക് ആക്ഷേപമില്ലല്ലോ. ഞങ്ങൾ ആ വിമർശനങ്ങൾക്കെല്ലാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിന്ന് മറുപടി പറയാറുണ്ട്. UDF-ന്റെ നേതാക്കൾ ആരെങ്കിലും ഈ വീടിന്റെ കണക്ക് വെച്ചിട്ട് സമാധാനപരമായിട്ട് മനുഷ്യന് ബോധ്യം വരുന്ന കണക്ക് പറഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് അവർ പ്രഖ്യാപിച്ച വീട്? 28-ാം തീയതി കോൺഗ്രസിന്റെ സ്ഥാപിത ദിനത്തിൽ തറക്കല്ലിടുന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾ ചോദിച്ചോ ആരെങ്കിലും? നിങ്ങൾ വാഗ്ദാനം ലംഘിച്ചില്ലേ എന്ന് ചോദിക്കണ്ടേ? സ്ഥാപിത ദിനം December 28 കഴിഞ്ഞില്ലേ? ഇപ്പോ ഓരോരുത്തരും കട്ട് ഓഫ് ഡേറ്റ് ഇല്ല എന്ന് എത്ര നിരുത്തരവാദപരമായ പ്രസ്താവനയാണ്. ഒരു സമാധാനം പറയേണ്ട കാര്യമില്ലല്ലോ. അതിന് മുകളിൽ ഒരു ചോദ്യം വരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ കട്ട് ഓഫ് ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഒഴിയാനാവും? ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുതെന്ന് തീരുമാനമെടുത്ത് ആഹ്വാനം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇവര്, അല്ലേ? നിഷേധിക്കാൻ കഴിയുമോ? അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായ പ്രചരണം നടത്തി. എന്തിനു വേണ്ടിയായിരുന്നു? ഇപ്പൊ മനസ്സിലായില്ലേ? ഫണ്ട് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി. അങ്ങനെ പിരിച്ച ഫണ്ടാണോ ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ പോണ്? അതുപയോഗിച്ചായിരുന്നോ ലക്ഷ്യ 2026 നടത്തിയത്? ഞങ്ങളുടെ വല്ല മീറ്റിംഗ് ആയിരുന്നിരിക്കണം 7 സ്റ്റാർ റിസോർട്ടിൽ നടന്നിട്ടുണ്ടാവേണ്ടത്. എന്നാൽ എന്താകുമായിരുന്നു ഇവിടെ സാരോപദേശങ്ങൾ? 7 സ്റ്റാർ റിസോർട്ടിലില്ല, അവരെന്തോ ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ആ പൈസയുടെ 10-1 അതുപോലെ 100-1 മതിയല്ലോ ആത്മഹത്യ ചെയ്ത DCC ട്രഷററുടെ കുടുംബത്തിന്റെ കടം വീട്ടാൻ, അല്ലേ? ഞങ്ങളായിരുന്നു അങ്ങനെ ആ സ്ഥാനത്തെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു.